അവസ്ഥയാണ് ക്യാൻസർ. അതിൽ നിന്നുള്ള അതിജീവനത്തിന് കുടുംബത്തിൻ്റെ മാത്രമല്ല, നമ്മൾ നന്മ മനസ്സുകളുടെ വലിയൊരു പിന്തുണ അവർക്ക് ആവശ്യമാണ്. അവരുടെ ചികിത്സാ സമയത്ത് സന്തോഷകരമായ മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടതും പിന്തുണ കൊടുക്കേണ്ടതും നമ്മളാണ്. അതുപോലെ തന്നെ അർബുദം എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. അതിനൊക്കെ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഈ കൂട്ടായ്മയുടെ ലക്ഷ്യങ്ങൾ ഇവയൊക്കെയാണ്: പ്രതീക്ഷയറ്റ അർബുദ രോഗികൾക്ക് ആത്മവിശ്വാസം നൽകുക, അവർക്ക് മാനസികമായി പിന്തുണ നൽകുക, ശരിയായ ചികിത്സയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക, ബോധവൽക്കരണം നൽകുക, ക്യാൻസറിനെ പറ്റി സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക, ചികിത്സയ്ക്കിടയിലും ശേഷവും വിഷാദരോഗം ബാധിച്ച ക്യാൻസർ രോഗികളെ പ്രചോദിപ്പിക്കുക, പതിവായി ഇതുപോലത്തെ മീറ്റപ്പുകൾ നടത്തുക, സംഘടനയുടെ പുരോഗതിയും വിജയത്തിനും ഉതകുന്ന ചർച്ചാ ക്ലാസുകൾ, സെമിനാറുകൾ, പഠനയാത്രകൾ തുടങ്ങിയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവസരമുണ്ടാക്കുക, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് വൈദ്യസഹായവും മരുന്നുകളും ലഭ്യമാക്കുക, ആരോഗ്യ വകുപ്പ് NGOകളുമായി സഹകരിച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ സംഘടന ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മൾ ആവശ്യമില്ലാത്ത സാമ്പത്തിക ഇടപാടുകൾക്ക് നമ്മളുടെ സംഘടന നിൽക്കില്ല എന്നുള്ളതാണ്. കാരണം സാമ്പത്തികമായിട്ട് നമ്മൾ ഫണ്ട് കളക്ഷൻ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോഴും പല സംഘടനകളും മോശം അവസ്ഥയിലേക്ക് പോകുന്നതും അത് സമ്പത്തിന് മാത്രമായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളതിൽ വരുമ്പോൾ ആർക്കെങ്കിലും നമ്മൾ കഴിയുന്ന പോലെ നമ്മൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏത് വ്യക്തിക്കാണ് നമ്മുടെ ഇടയിലുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അവർക്ക് നമ്മൾ ഇതേപോലത്തെ ആൾക്കാർക്ക് നമ്മളെ ലെറ്റർ പേഡിൽ അപേക്ഷ കൊടുക്കും. അവരെ കൊണ്ട് ഡയറക്റ്റ് കൊടുപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അല്ലാതെ ഞാൻ ആ പൈസ മേടിക്കുക അല്ലെങ്കിൽ നമ്മളെ കമ്മിറ്റി ആ ഫണ്ട് കളക്ട് ചെയ്തിട്ടല്ല. പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള ഒരാളിൽ നിന്ന് 10 രൂപ വെച്ചിട്ട് ഒരു മാസം ഒരു വർഷത്തേക്ക് 120 രൂപ മാത്രമാണ് നമ്മൾ എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പായിട്ട് കൊടുക്കുന്നത്. അത് കഴിയുന്നവർ മാത്രം തന്നാൽ മതി, അല്ലാത്ത ആൾക്കാർ അത് തരേണ്ട ആവശ്യമില്ല. കാരണം ഒരു വർഷത്തേക്ക് 120 രൂപ. അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ അംഗങ്ങളാണ് എന്നുള്ളതിൻ്റെ ഒരു മെമ്പർഷിപ്പ് എന്നുള്ള നിലയിൽ അത് മാത്രമാണ് നമ്മൾ ഈ രജിസ്റ്ററിൽ വെക്കുന്നതും. നമ്മൾ അതിൻ്റെ ഒരു വർഷം കൂടുമ്പോൾ നമ്മൾ ഈ കമ്മിറ്റി കമ്മിറ്റി വരുമ്പോൾ അവിടെ ഏൽപ്പിക്കേണ്ട ബാധ്യതയും നമുക്കുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങൾ വെറും നമ്മളൊരാൾ മെമ്പർഷിപ്പ് എന്നുള്ള നിലയിൽ ഒരു വർഷത്തേക്ക് 120 രൂപ മാത്രം. കാരണം നമുക്കൊണ്ട് അതേ പറ്റുള്ളൂ. അതിൽ കൂടുതലും നമുക്ക് 10 രൂപ പോലും എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് 100 രൂപ അല്ലെങ്കിൽ 150 രൂപ എന്നൊക്കെ വെച്ചിട്ട് അവരെ ഒരു ബാധ്യതയ്ക്ക് കൊണ്ടുവരാനും നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് 10 രൂപ മാത്രം വെച്ച് നമ്മളെ കാര്യങ്ങൾക്ക് മുന്നോട്ട്, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ സമയത്ത് അനുസരിച്ചിട്ട്. ഇപ്പോൾ ഇവിടെ ഈ മീറ്റപ്പ് നടത്തുന്നു, നമ്മൾ ആരും കയ്യിൽ നിന്ന് കൊടുത്തിട്ടല്ല. പക്ഷെ ഇവിടെ ഈ കാര്യങ്ങൾ നടത്താനും അതിനും മുന്നിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവരുണ്ടാവുന്നതുകൊണ്ട് അവരതിനുള്ള സ്പോൺസർമാരെ കണ്ടെത്തുന്നു. ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതിൽ ഇപ്പോൾ പ്രസിഡന്റ് ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനൊരിക്കലും ഒരു സ്ഥാനത്തും ഇരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല. കാരണം അതിനെക്കാട്ടിലും വലിയൊരു സ്ഥാനം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ചേട്ടൻ എന്നുള്ളത്. അതിൽ വലിയൊരു സ്ഥാനം ഞാൻ ആഗ്രഹിച്ചിട്ടുമല്ല. മറ്റുള്ള പല വഴികളും അടഞ്ഞപ്പോഴാണ്, എല്ലാവരുടെയും നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥാനം ഏറ്റെടുത്തത്. അപ്പം നമ്മളതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം എന്നെ തന്നെയാണ് ഇവരെല്ലാവരും ചേർന്ന് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുത്തു. അതുപോലെ തന്നെ നമ്മളുടെ ഇതിനെ ഒരു സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൊണ്ട് മുന്നോട്ട് നയിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടെ കണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾക്കും അത് ഇഷ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എടുത്തത്. അത് വേറെ ആരുമല്ല, നമ്മളെ സാദിഖ് തങ്ങൾ തന്നെയാണ്. സാദിഖ് പോലും ആദ്യം ഇത് പ്രതീക്ഷിച്ചിട്ടുമില്ല, ഇഷ്ടമല്ല, എന്നെ അതിലൊന്നും ചേർക്കരുതെന്ന് പറഞ്ഞാണ്. പക്ഷെ പുള്ളിയുടെ 100% അനുവാദത്തോടെയല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളത് കൊണ്ട് മാത്രമാണ് പുള്ളീനെ അതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ ഗജാഞ്ചിയായിട്ട് അതുപോലെ തന്നെ നമ്മളെ ഗജാഞ്ചി, സാമ്പത്തികമായിട്ട് നമുക്കൊരു ഗജാഞ്ചി വേണം. അതിന് നമുക്ക് ഇപ്പോൾ കുറേ കാലമായിട്ട് പല ആൾക്കാരും കളിയാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വലങ്കയ്യാണെന്ന്. ആ വലങ്കൈ തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അതിനെ ഏൽപ്പിച്ചത്. നമ്മളുടെ മുജീബിനെയാണ്. പിന്നെ വൈസ് പ്രസിഡൻ്റായിട്ട് നമ്മളെ അഫ്സൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മളെ വളാഞ്ചേരിയുള്ള കുട്ടിയാണ്. അവൻ ഗൾഫിലാണ്, അവന് വരാൻ പറ്റിയിട്ടില്ല.
ഒരുപാട് സപ്പോർട്ട് എല്ലാ കാര്യത്തിലും അവൻ സാമ്പത്തികമായിട്ടും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അഫ്സലിനെ വൈസ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പിന്നെ ഞാനാണ് പ്രസിഡന്റ് എന്നുള്ള ഒരു ഇതെങ്കിലും ഞാനില്ലാത്ത സ്ഥിതിക്കും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ നമുക്ക് മെയിനായിട്ടുള്ള ഒരു പ്രസിഡന്റ് തന്നെയാണ് നമ്മളെ ലാലമ്മ. അതിപ്പോൾ ഞാനില്ലാത്ത സമയത്തും ഇവിടെ നാട്ടിലൊരാൾ കൈകാര്യം ചെയ്യാൻ ലാലമ്മയാണ്. അപ്പോൾ ലാലമ്മേനെ എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അനിലിന് വരാൻ പറ്റിയിട്ടില്ല. അനിൽകുമാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പുള്ളി അനിൽകുമാർ കണ്ണൂരാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ജോയിന്റ് സെക്രട്ടറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത് നമ്മളെ ശ്രീജിത്താണ്. ശ്രീജിത്തിന് ആ ഒരു എക്സിക്യൂട്ടീവ് അംഗമായിട്ട് മാത്രം മതി എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ നമ്മൾക്ക് ആ ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ നാട്ടിൽ നിന്നാലും ഇപ്പോൾ സാദിഖിനൊപ്പം കൈകോർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരാൾ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മളെ രക്ഷാധികാരിമാർ ഒന്ന് നമ്മളെ മുന്നേ തന്നെ ഉണ്ട്. പദ്മിനി മേഡാണ്. പദ്മിനി ചേച്ചിയാണ്, മേഡമൊന്നുമില്ല നമ്മുടെ ഇടയിൽ, മേഡമൊന്നുമില്ല, നമ്മളെ ചേച്ചി അല്ലെങ്കിൽ ഏട്ടൻ്റെയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒന്ന് നമ്മളെ മാർഗരറ്റ് ചേച്ചിക്ക് വരാൻ പറ്റിയിട്ടില്ല, തീരെ വയ്യ. പക്ഷെ ഈ ഒരു ഇത് വളരെ, അതായത് ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് ആവണം എന്ന് ഏറ്റവും കൂടുതൽ എന്നെ നിർബന്ധിച്ചതും എൻ്റെ മരണത്തിന് മുന്നേ ഇത് എനിക്ക് കാണണം എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മളെ മാർഗരറ്റ് ചേച്ചിയാണ്. അപ്പോൾ നമുക്ക് മാർഗരറ്റ് ചേച്ചി ഇല്ലെങ്കിൽ കൂടിയിട്ട് ആ മനസ്സ് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളത് എല്ലാവരെയും അറിയിക്കുകയാണ്. പിന്നെ കമ്മിറ്റി അംഗമായിട്ട് ഒരു നജാഫ് PP എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്കും വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ജയകുമാർ ചേർത്തലയാണ്, ആലപ്പുഴ. പിന്നെ ഏറെ അഭിമാനത്തോടും സ്നേഹത്തോടും കൂടിയിട്ട് നമ്മളെ കൂടെ, ഞാൻ എത്ര വർഷമായി എന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, എന്തായാലും 7 വർഷത്തോളമായി തോന്നുന്നുണ്ട് പ്രസീത നമ്മളെ കൂടെ കൂടിയിട്ട്. ഇതുവരെ ഒരു പ്രശ്നം ഒരു ഗ്രൂപ്പിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ലെഫ്റ്റായി പോകുക ഒന്നും ഉണ്ടായിട്ടില്ല. ചില സമയത്ത് ഞാൻ ഇടയ്ക്ക് ഒന്ന് ചെവിയൊക്കെ അടുത്തില്ലെങ്കിലും ഒന്ന് പിടിക്കാറുണ്ട് ഇടയ്ക്ക്. അതൊരു എൻ്റെ ഒരു കുഞ്ഞനീതി എന്നുള്ള പോലെ തന്നെയാണ്. പക്ഷെ ആ ഒരു സ്നേഹം ഇന്നും ഉണ്ട്. നമ്മളെ ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു പരിപാടി ഇവരെ കൂടെയൊക്കെ നിന്ന് 2-3 ആൾക്കാരുണ്ട് പിന്നെ പിന്നിൽ, അത് ഞാൻ പറയാം. അപ്പോൾ നമ്മളെ പ്രസീത നമ്മളെ കമ്മിറ്റി അംഗമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നുള്ളതൊരു ഷൈനി ബിബിൻ ഇന്ന് വന്നിട്ടില്ല, ആ കുട്ടി കോട്ടയത്താണ്. പിന്നെ ഗീത പേരാമ്പ്ര വന്നിട്ടുണ്ട് കേട്ടോ, ഗീത പേരാമ്പ്ര. പിന്നെ നമ്മളെ ലക്ഷ്മി ചേച്ചിയാണ് നമ്മളെ ഓഡിറ്ററായിട്ടുള്ളത്, പാലക്കാടാണ്. പുള്ളിക്കാരത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയും 15 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓരോ ജില്ലയിൽ നമ്മൾ എടുക്കുമ്പോൾ അതിലും ഇതേപോലെ തന്നെ 15 അല്ലെങ്കിൽ എത്ര ആൾക്കാരാണെന്ന് വെച്ചാൽ കമ്മിറ്റി 15 എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അത് ഒരു രജിസ്ട്രേഷൻ എന്നുള്ള നിലയിൽ. അപ്പം അതിൻ്റെ കീഴിലായിട്ട് നമ്മൾ ഓരോ ജില്ലയിലും വെക്കുമ്പോൾ 15 21 എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ഓരോ ജില്ലയിലായിട്ട് നമുക്കത് തുടങ്ങാം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കോഴിക്കോട് നിന്നാണ് നമ്മളെ സെക്രട്ടറി എന്നുള്ള നിലയിൽ കൊണ്ട് കോഴിക്കോടിൻ്റെതാണ് എന്നുള്ളത് കൊണ്ട് കോഴിക്കോട് തന്നെ നമ്മൾ ഫസ്റ്റ് പറ്റുകയാണെങ്കിൽ കേട്ടോ, നമുക്ക് പറ്റുകയാണെങ്കിൽ കോഴിക്കോട് തന്നെ നമ്മൾ അടുത്ത ഒരു കോഴിക്കോട് കമ്മിറ്റി അല്ലേ, നിലവിൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിപ്പോർട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകുന്നതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഓരോ ജില്ലയിലും, അല്ല അത് വേറെ ആയിക്കോട്ടെ, കണ്ണൂരൊന്ന്, കാസർഗോഡ്, അങ്ങനെ ഓരോ ജില്ലയിലും നമുക്കിത് ചെയ്യാം, ഫോം ചെയ്യാം. അങ്ങനെ പാലക്കാട് ഒന്ന് ചെയ്യാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് അതിന് പറ്റുന്ന ആൾക്കാരെ എല്ലാവരും കൂടിയിട്ട് ആ കമ്മിറ്റികളും നമ്മൾ നിലവിൽ വന്നിട്ട് ഇതേപോലെ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പം അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത പറയാനും ഇതിനൊരു നിമിത്തമാവാനും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്, വേറൊന്നുമല്ല. അപ്പം അതിൽ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണം.